ഹലോ എവരി വൺ എൻ്റെ അസ്സാം വലൈക്കും എവരി വൺ വെൽക്കം ടു നിഷാനാസ് ടേസ്റ്റി ഹട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് പൊതുവേ നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും മാഗി ക്യൂബ്സ് ഒക്കെ ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ മന്തി മസാല ചേർക്കാറുണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ സാധാരണ ഇവിടെയൊക്കെ അറബികൾ അവരുടെ വീടുകളിൽ വെക്കുന്ന ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെർഫെക്റ്റ് ചിക്കൻ മന്തി എന്ന് തന്നെ പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പറയുകയാണ്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ റൈസ് എടുക്കുന്നത് കറാമിയുടെ പുക്കാരി റൈസ് എന്ന് പറഞ്ഞിട്ട് വരും. ഇവിടെ കബ്സയുടെ അരി തന്നെ ചില ബസ്മതി റൈസ് ആണല്ലോ പൊതുവെ എടുക്കേണ്ടത്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അത് ഞാനൊരു 3 കപ്പ് എടുക്കുന്നുണ്ട്. അത് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുന്നതിന് മുന്നേ തന്നെ നന്നായിട്ടൊന്ന് കഴുകണം കേട്ടോ. കാരണം ഇതിൻ്റെ പശയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 പ്രാവശ്യങ്ങളിൽ നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം അത്യാവശ്യം പശയൊക്കെ പോയതിന് ശേഷമാണ് ഇത് വെള്ളത്തിലിട്ട് വെക്കേണ്ടത്. അതല്ലെങ്കിൽ ചെറുതായിട്ടൊരു ഒട്ടൽ പോലെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു മണിക്കൂറെങ്കിലും ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോഴേക്കും നമുക്ക് ഇവിടെ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 2ആയിട്ടാണ് അങ്ങനെ കീറി കൊടുക്കുന്നത്. അതുപോലെ സ്കിന്നോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ അറബിക് ഡിഷൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെപ്പോഴും സ്കിന്നോട് കൂടി തന്നെയാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. ഇത് ഞാൻ ജസ്റ്റ് ഇതൊന്നിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. കാരണം ഉപ്പും മുളകൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കീറി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ മാരിനേഷന് വേണ്ടിയിട്ട് 2 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം തന്നെ കുരുമുളകിൻ്റെ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകത്തിൻ്റെ പൗഡറാണ്. അതൊരു 1.5 ടീസ്പൂൺ മതി കേട്ടോ. അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ജീരകം ഇത്തിരി വറുത്തിട്ടാണെങ്കിൽ നന്നായിരിക്കും, നിർബന്ധമൊന്നുമില്ല താനും കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനൊരു 3 അല്ലി ഇതേ നോക്കുന്നതുപോലെ 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ എന്ന് പറയുന്നത് ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിൽ ഒരു 5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ എടുത്തിട്ടാണ് അതൊന്ന് ഡയലൂട്ട് ആക്കി എടുക്കുക. പക്ഷേ അങ്ങനെ ചെയ്യരുത്, നമ്മൾ ഓയിൽ തന്നെ ഒഴിക്കണം. ഓയിൽ 5 ടേബിൾ സ്പൂണിനേക്കാളും കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കളർ ഞാൻ യെല്ലോ കളറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് കളർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതെല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഏകദേശം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നന്നായിട്ടൊന്ന് മുളകൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മളൊരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. ഇനി അപ്പോഴേക്കും നമുക്ക് ചോറൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിടി ക്യാപ്സിക്കം അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തത്. ഒന്ന് ചതച്ചിട്ട് കൊടുക്കാനായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ. ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്ത് കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി പട്ട, ഏല, ഗ്രാമ്പു ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഒക്കെ ഒരു 3-4 കഷ്ണം എന്നുള്ള രീതിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഒരുപാടൊന്നും വേണമെന്നില്ല. 1 ടേബിൾ സ്പൂണോളം കുരുമുളക്, ഓൾ കുരുമുളക് അതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മല്ലി 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ജീരകം ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു പാകത്തെ വഴണ്ട് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ 2ഒക്കെയാണല്ലോ എടുക്കുക, പക്ഷെ അങ്ങനെയല്ല, 1.5 മതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇത് വെള്ളത്തിലിട്ട് വെച്ച അരിയാണല്ലോ. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ അരി ഇട്ട് കൊടുക്കുകയാണ്. ചോറൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഓവനൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ഇത് ഇല്ലാത്തതിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചോറൊക്കെ വാർത്തെടുക്കുന്ന പാത്രം വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ ആ പാത്രം ആയാലും മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, അപ്പോൾ ഇഡ്ഡലി തട്ട്, അതിലും ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ നമുക്ക് മന്തി ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട്. ഇനി ഞാനിത് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ എന്താ പറയുക, ആ റെഡ് കളർ ഞാൻ കളർ ഒത്തിരി ചേർത്തതാണ് കേട്ടോ. നിർബന്ധമൊന്നുമില്ല. നമ്മളിവിടെയൊക്കെ ഇങ്ങനെ മന്തി കിട്ടുമ്പോൾ ആ കളറൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചേർത്തു എന്ന് മാത്രം. ഇനി ഞാൻ
അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇതിൽ അലുമിനിയം ഫോയിൽ നിർബന്ധമല്ല വെച്ചാൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെക്കുക. അപ്പോൾ നാട്ടിൽ ചിലപ്പോൾ എല്ലാവരും വീട്ടിലത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മൂടി വെച്ചതിന് ശേഷം നമ്മൾ മൈദ കൊട്ടിച്ച് കൊടുക്കില്ലേ നാട്ടിൽ, നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോഴും നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. കാരണം ഈ ആവിയിലാണല്ലോ കൂടുതലായിട്ടും ഈ ചിക്കൻ വേവേണ്ടത്. അതുകൊണ്ടാണ് കേട്ടോ ഇത് നന്നായി ടൈറ്റാക്കി ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിൽ ഇതിൻ്റെ ലിഡ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ടൈറ്റായിട്ട് നിൽക്കണം കേട്ടോ, നന്നായി ടൈറ്റായിട്ട് നിൽക്കണം. അപ്പോൾ ഞാനിതിൻ്റെ മേളിൽ ഇങ്ങനെ വെയിറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്കിൽ മാത്രമേ നന്നായിട്ട് ആവുള്ളൂ. അപ്പോൾ ഒന്ന് നല്ലതുപോലെ ആവാൻ വേണ്ടിയിട്ട് പിന്നീട് ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു അത്യാവശ്യം വെയിറ്റുള്ളൊരു ടർക്കി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു കുക്കർ കമഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുക്കർ കമഴ്ത്തി വെച്ച് ഞാനതിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പം ഉദ്ദേശിച്ചത് അത്രയും ടൈറ്റായിരിക്കണം. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും അമ്പടയ്ക്കാന്ന് പറയും. അപ്പോൾ അതേപോലെ അമ്പടയ്ക്കണം കേട്ടോ ശരിക്കും. അപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ആദ്യത്തെ 5 മിനിറ്റ് അത്യാവശ്യം നല്ല ഫ്ലെയിമിലും പിന്നീട് ഒരു 35 മിനിറ്റ്സ് വളരെ ചെറിയ ഫ്ലെയിമിലുമാണ് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ചോറും അതുപോലെ ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അഥവാ നമ്മളിപ്പോൾ നാട്ടിൽ ചിക്കനൊക്കെ ആകുമ്പോഴും പൊതുവേ കുറച്ചൊരു വേവ് അധികം ഉള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ അഥവാ വേവാണ്ടൊരവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ചോറ് അത്യാവശ്യം വേവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ ആകുമ്പോൾ പ്രശ്നമായി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ചിക്കൻ മാത്രം എടുത്തിട്ട് ഇടൽത്തട്ടിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവി കയറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. താഴത്തിരി വെള്ളം ഒഴിച്ചിട്ട് അത് ഇത്തിരി ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് ആ ആവിയിലങ്ങ് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്നൊരു 10 മിനിറ്റ് അങ്ങനെ വെച്ചാൽ തന്നെ വേവും. അഥവാ ചിക്കൻ വേവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, ചോറൊക്കെ നന്നായിട്ട് പാകത്തെ വേവാണ്. നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊതുവെ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മാഗി ക്യൂബ്സൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ സ്മെല്ല് വരും. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല, നല്ല പെർഫെക്റ്റ് മന്തി. നമ്മൾ ഇവിടെയൊക്കെ ശരിക്കും ഉച്ച സമയത്ത് നമ്മളിങ്ങനെ അറബികളെ വീടിൻ്റെ ഇവിടെയൊക്കെ നടന്നാൽ ശരിക്കും ഒരു സ്മെല്ല് വരും കേട്ടോ പലപ്പോഴും. അപ്പോൾ അതേ സ്മെല്ലായിരുന്നു. ഒക്കെ വീട്ടിലെ ചേരുവ മാത്രം ഉള്ളതാണ് കേട്ടോ. എത്ര പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നോക്കൂ, ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടാൽ തോന്നും ചിലപ്പോൾ വെന്തിട്ടില്ല എന്നല്ല, പക്ഷേ അതെല്ലാം നല്ല ടെൻഡറായിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ചിക്കൻ വീണ്ടും ഞാൻ ഈ പാത്രത്തിലേക്ക് തന്നെ വെക്കുകയാണ്. അതിനുശേഷം ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ടിഷ്യൂ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ടിഷ്യൂ കത്തിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് സാധാരണ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് മൂടി വെച്ചെടുക്കണം. ഒരു 4 മിനിറ്റൊക്കെ അന്ന് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ ഈ ഫ്ലേവർ അങ്ങ് പെട്ടെന്ന് തന്നെ ചിക്കനിലേക്കൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അറബികളുടെ അസൽ മന്തി ഇവിടെ റെഡി ആയിട്ടോ. വീട്ടിൽ ചേരുവ മാത്രം മതി കേട്ടോ, വേറെ ഒന്നും ഇല്ലാണ്ട് തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറയണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരുന്നു, പറയാതെ വയ്യ. തീർച്ചയായിട്ടും ഈ ആഴ്ച എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഈ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. വൺസ് അഗെയിൻ ഇറ്റ്സ് മീ നിഷന. താങ്ക് യു സോ മച്ച്.